സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റിയാണ് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പ്രതിപക്ഷം തുടങ്ങിയത്. മാനേജ്മെന്റുകൾ പോലും ആഗ്രഹിക്കാത്ത തരത്തിൽ സർക്കാർ ഫീസ് വർദ്ധിപ്പിച്ചു നൽകിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിന് 35% ഫീസ് വർദ്ധിപ്പിച്ചുവെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ VS ശിവകുമാർ പറഞ്ഞു. അധാർമികമായ കരാർ പൊളിച്ചെഴുതണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത്രയും വലിയൊരു കൊള്ള സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല സാർ. കോടതിയിൽ വന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ കേസ് ശരിക്കും വാദിച്ചോ? കേസ് വാദിച്ചില്ലെന്ന് മാത്രമല്ല, കേസ് തോറ്റുകൊടുക്കുന്ന സമീപനമായിരുന്നു സാർ. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ നിയമസഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. സ്വാശ്രയ പ്രശ്നത്തിൽ സമരം തുടരുന്ന യൂത്ത് കോൺഗ്രസുമായി ചർച്ച നടത്താമെന്ന് സർക്കാർ സമ്മതിച്ചതോടെയാണ് സഭാ നടപടികളുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായത്. ഗുണപരമായ കരാറാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വിശദീകരിച്ചു. 25,000 രൂപ ഫീസിന് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 120 എണ്ണമായിട്ട് വർദ്ധിച്ചു. പ്രതിപക്ഷത്തെ ചിലരുടെ മക്കൾ സ്വാശ്രയ കോളേജുകളിൽ ഫീസ് നൽകാതെ പഠിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി ആരോപിച്ചു. ഞാനൊരു അസംബ്ലി തലമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞങ്ങളുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പ്രതിപക്ഷം വെല്ലുവിളിച്ചെങ്കിലും ആരോഗ്യമന്ത്രി പ്രതികരിച്ചില്ല. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സ്വാശ്രയത്തിൽ ആശ്രയിക്കേണ്ടതാരെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി KK ശൈലജ, മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPM നേതാവ് AN ഷംസീർ MLA, നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവർ അല്പസമയത്തിനകം സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹിയും MES പ്രസിഡന്റുമായ ഡോക്ടർ ഫസൽ ഗഫൂറും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള. സർക്കാരിൻ്റേത് സ്വാശ്രയ കൊള്ളയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി KK ശൈലജ, ഇന്നിപ്പോൾ പ്രതിപക്ഷം ശക്തമായി ഈ വലിയ തോതിലാണ് ഫീസ് ഉയർത്തിയിരിക്കുന്നത് എന്നും സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് കൊള്ളലാഭമാണ് സർക്കാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുമാണ് കണക്കുകൾ സഹിതം വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങയുടെ ആയാലും മുഖ്യമന്ത്രിയുടെ ആയാലും മറുപടി തൃപ്തികരമായിരുന്നില്ല സഭയിൽ. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ ശതമാന കണക്കുകൾ വെച്ചുള്ള നിലപാടുകൾക്ക് തൃപ്തികരമായ മറുപടി പറയാൻ കഴിയാതിരിക്കുന്നത്? മറുപടി ആർക്കാണ് തൃപ്തികരമല്ലാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വ്യക്തമായിട്ടുള്ള കണക്കുകൾ വെച്ചാണ് അസംബ്ലിയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയും അതിനെ സമാപിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഇത്തവണ സീറ്റ് വിഭജന ചർച്ച നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച്, ഫീസ് നിശ്ചയിക്കാനുള്ള ചർച്ച നടത്തിയ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം ഇത്തവണ നീറ്റ് മെറിറ്റിൽ നിന്ന് കുട്ടികളെ എടുക്കണമെന്നാണ് സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കേരള ഗവൺമെൻറ് പറഞ്ഞു കേരളത്തിലെ എൻട്രൻസ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് കോളേജിലും പ്രൈവറ്റ് കോളേജിലെ 50% സീറ്റുകളിലും കേരള മെറിറ്റിൽ നിന്ന് എടുക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അത് സുപ്രീം കോടതി അംഗീകരിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും അതിന് ഈ വർഷത്തേക്ക് അനുവാദം തന്നു. അടുത്ത വർഷം എല്ലാം നാഷണൽ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് തന്നെ എല്ലാ കോളേജുകളിലെയും സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടക്കണം. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നീറ്റ് മെറിറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് തന്ന 50% എടുക്കേണ്ടത്. പക്ഷേ അത് കോമൺ കൗൺസിലിംഗ് പ്രകാരം സർക്കാർ കോളേജിലേക്ക് എടുക്കുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾ തന്നെ കൗൺസിലിംഗ് നടത്തും. അങ്ങനെ പറയാൻ കാരണം മെറിറ്റോറിയസ് ആയിട്ട് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണം. നീറ്റ് മെറിറ്റിൽ നിന്ന് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തന്നെ എടുക്കണം എന്നുള്ള ഉറച്ച ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അലോട്ട്മെൻറ്റ് നടത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഫീസിൻ്റെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നൊരു ഘട്ടമല്ല, അലോട്ട്മെൻറ്റ് ആര് നടത്തും എന്നുള്ളതാണ് ആദ്യത്തെ ചർച്ചയിൽ വന്നത്. ഞങ്ങൾ വളരെ കർശനമായിട്ടത് പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് അവർക്ക് വിട്ടുകൊടുക്കുന്ന 50%, ഇത് മാനേജ്മെൻറ്റ് സീറ്റ് 100 ഉണ്ടെങ്കിൽ 50 സർക്കാരിന് സബ്സിഡിയോടെ പഠിപ്പിക്കാൻ വിട്ടു തന്നാലേ നിങ്ങളിവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നതാണ് സർക്കാർ വെക്കുന്ന നിർദ്ദേശം. അത് അംഗീകരിച്ചുകൊണ്ട് 50% തരുമ്പോൾ ബാക്കി 50% മാനേജ്മെൻറ്റിൻ്റെ സീറ്റിൽ ആര് അലോട്ട്മെൻറ്റ് നടത്തുമെന്നുള്ളതിനെ ചൊല്ലിയാണ് തർക്കം വന്നത്. ഞങ്ങൾ അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് നടത്തിത്തരും എന്ന് പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചില്ല. അവർ കോടതിയിൽ പോയി. ഹൈക്കോടതി വിധിച്ചത് ഇത് കോളേജ് മാനേജ്മെൻറ്റിൻ്റെയാണ്. അതുകൊണ്ട് 50% അല്ല, 100 സീറ്റിലും, 100 ഉണ്ടെങ്കിൽ 100 സീറ്റിലും അലോട്ട്മെൻറ്റ് നടത്താൻ മാനേജ്മെൻറ്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി സർക്കാർ മെറിറ്റ് സീറ്റ് എന്ന് പറയുന്ന ആ ഭാഗം തന്നെ മാറുകയാണ്. എല്ലാ സീറ്റിലും മാനേജ്മെൻറ്റ് തന്നെ അലോട്ട്മെൻറ്റ് നടത്തുമെന്ന രീതി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ചോയ്സാണ് ഗവൺമെൻറ്റിന് മുമ്പാകേണ്ടത്. ഇത് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ തുറന്നു പറഞ്ഞു. ഒന്ന്, സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി മുഴുവൻ സീറ്റിലും അലോട്ട്മെൻറ്റ് നടത്താനുള്ള അനുവാദം വാങ്ങുക.
രണ്ടാമത്തത് മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി ഒരു ധാരണയിലെത്തി കുട്ടികളുടെ പ്രവേശനം എത്രയും വേഗം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക. നവംബർ 30-ന് അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കണമെന്നുള്ളത് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമാണ്. അപ്പോഴേക്ക് 2 അലോട്ട്മെൻറ്റ് 3 അനുവദിക്കുകയാണെങ്കിൽ 3 അലോട്ട്മെൻറ്റ് നടത്തി അലോക്കേഷൻ നടപടി പൂർത്തിയാക്കണം. അപ്പോൾ ഞങ്ങൾ നിയമജ്ഞന്മാരുമായിട്ട് അഭിപ്രായം തേടി ഈ കാര്യത്തിൽ. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ വിധി ഉണ്ടാവുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ വാദിച്ച് ജയിക്കേണ്ടുന്ന കാര്യമാണ്. ഈ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി കൂടി ശരിവെച്ചു വന്നെങ്കിൽ മാനേജ്മെൻറ്റിന് പൂർണ്ണമായും അനുകൂലമായ അവസ്ഥയുണ്ടാകും. നമുക്ക് കിട്ടുന്ന 50% മെറിറ്റ് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൈവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മെറിറ്റ് സീറ്റ് ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല. കൂടുതൽ കുട്ടികൾക്ക് ഗവൺമെൻറ് മെറിറ്റിൽ പഠിക്കാൻ സാധിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നതല്ല. അവർ പറഞ്ഞു ഹൈക്കോടതി വിധിയുണ്ടെങ്കിലും സർക്കാരുമായിട്ട് യോജിച്ച് പോകാൻ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങൾ 50% സീറ്റ് സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്, ചർച്ച നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം നടന്ന ചർച്ചയിലാണ് ഫീസ് സംബന്ധിച്ചിട്ടുള്ള ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചത്. ആ ചർച്ചയും ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. മാനേജ്മെൻറ്റിൻ്റെ ഡിമാൻഡ് ഇത്തവണ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം മാനേജ്മെൻറ്റിനെന്ന് പറഞ്ഞ് നൽകുന്ന സീറ്റ്, മാറ്റിവെക്കുന്ന സീറ്റും നാഷണൽ മെറിറ്റിൽ നിന്ന് എടുക്കേണ്ടതാണ്. ആ മെറിറ്റ് സീറ്റിൽ ഞങ്ങൾക്ക് കൂടുതൽ ഫീസ് ചോദിച്ചാലും അത് സാധാരണഗതിയിൽ കിട്ടുന്നത് പോലെ കിട്ടാനിടയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരല്പം വർധനവുണ്ടാക്കിയാലേ കോളേജിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ, ഈ ചെലവുകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ വാദിച്ചു. അവരുടെ ഭാഗമാണത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അങ്ങനെ ഒരു വാദം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ സീറ്റിൽ അല്പം വർധനവാവാം, പക്ഷേ സർക്കാർ എടുത്തിട്ടുള്ള 50% സീറ്റിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അവിടെ ഒരു വലിയ ചർച്ച, കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ച തന്നെ നടത്തി. മാനേജ്മെൻറ്റുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടാലേ ഈ 50% മെറിറ്റ് കിട്ടി അലോട്ട്മെൻറ്റ് നടക്കുകയുള്ളൂ. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാം, ഞങ്ങൾ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാം. പക്ഷേ 50% മെറിറ്റ് സീറ്റ് കുട്ടികൾക്ക് നഷ്ടപ്പെടരുത്. അവിടെ ചേരാൻ കാത്തു നിൽക്കുന്ന 100 കണക്കിന് കുട്ടികളുണ്ട്. മെറിറ്റ് സീറ്റിലേക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് വിട്ടുകിട്ടുന്ന മെറിറ്റ് സീറ്റിൽ ചേരാനിരിക്കുന്നവർ, അവരുടെ ചാൻസ് നഷ്ടപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി. നിരവധി രക്ഷിതാക്കളും കുട്ടികളും വിളിച്ചു, നിങ്ങൾ ഇനിയും കാലതാമസം ഉണ്ടാക്കിയാൽ ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഈ മെറിറ്റ്, സർക്കാരിന് കിട്ടുന്ന മെറിറ്റിൽ വരും ഞങ്ങളുടെ കുട്ടികൾ, അതിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവരെ നിരാശപ്പെടുത്താൻ തയ്യാറാവാൻ പറ്റില്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച ഞങ്ങൾ നടത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാ സീറ്റിലും, ഈ സർക്കാരിന് തന്നിട്ടുള്ള എല്ലാ സീറ്റിലും ഒരു നിശ്ചിത വർധനവുണ്ടാക്കണം. ഞങ്ങൾ പറഞ്ഞു കർശനമായിട്ടും പറഞ്ഞു 25 സീറ്റ്, 50-ൽ 25 സീറ്റ് BPLും അതുപോലെ തന്നെ SCBCയുമാണ്. 7%-വും 13%. അതിൽ 25,000 രൂപക്കാണ് കുട്ടികൾ പഠിക്കുന്നത്. ആ 25,000-ൽ ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറല്ല. രണ്ടാമത്തത് 30 സീറ്റ് സാധാരണഗതിയിൽ വർഷാവർഷം 10% വർദ്ധിക്കുന്ന സീറ്റാണ്. 1,70,000, 85,000, 95,000 ഇങ്ങനെ നമ്മളാരും വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും കാലാകാലമായി അതിങ്ങനെ വർദ്ധിച്ചു വരുന്ന സീറ്റാണ്. ആ സീറ്റിനകത്ത് അവരാവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഒരു സീറ്റിന് 12 ലക്ഷം വർദ്ധിപ്പിക്കണം. ഞാൻ പറഞ്ഞു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. 12 ലക്ഷം എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചാൽ ഇത് മെറിറ്റ് സീറ്റ് അല്ലാതാകും. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഇത് മെറിറ്റ് സീറ്റായിട്ട് തന്നെ നിലനിൽക്കണം. ഈ 30-ൽ ഇടത്തരക്കാരുണ്ട്, ഉയർന്ന ഇടത്തരക്കാരുണ്ട്, അതുപോലെ സമ്പന്നരുമുണ്ട്. കാരണം കേരള മെറിറ്റിൽ നിന്ന് വന്ന കുട്ടികളാണ്. പക്ഷേ ഞങ്ങൾക്കത് സർക്കാരിന് വിട്ടുകിട്ടിയ മെറിറ്റ് സീറ്റ് എന്ന കണക്കിലേ പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന 12 ലക്ഷം ഒന്നും വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നീട് അവരൊരുപാട് ചർച്ച ചെയ്തു, 4 ലക്ഷം തരണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കൊടുക്കാൻ തയ്യാറല്ല. അവസാനം ഈ ചർച്ചയിൽ ഒരു ധാരണയായി ഇത്രയും മെറിറ്റ് സീറ്റ് വിട്ടുകിട്ടി അഡ്മിഷൻ ഉടനെ നടക്കണം. അതിനുവേണ്ടി സർക്കാർ ഉണ്ടാക്കിയ തീരുമാനമാണ് 2,50,000. ശരി, ഞാൻ ഇടപെടുകയാണ്. രണ്ട് ചോദ്യങ്ങൾ മിനിസ്റ്റർ.